ഭാഗം വായിച്ച് ആമേൻ നമ്മൾ അല്പസമയം ദൈവവചനം ധ്യാനിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവീൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ ഇത്രത്തോളം കരുതി. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ആമേൻ. അനേക അനർത്ഥങ്ങളിലൂടെ കടന്നുപോയത് ദൈവം നമ്മളെ വിടുവിച്ചെന്ന് പകൽ ആമേൻ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ അല്പസമയ ചിന്തയ്ക്കായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ മുന്നേ ആമേൻ സ്തോത്രം ആമേൻ ചിന്തിച്ച വചനം 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:5 നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ഈ 2026 ആമേൻ സ്തോത്രം നമ്മുടെ ലൈഫിൽ ആമേൻ സ്തോത്രം ഇരുട്ടിന് ഇടമില്ലാതെ, ഇരുട്ടിന് നമ്മളിൽ വസിക്കുവാൻ സാധ്യതയില്ലാതെ നമ്മൾ ഈ 2026 വെളിച്ചമായി ജീവിക്കും. നമ്മൾ കർത്താവിനോട് കൂടെ ജീവിക്കും. നമ്മൾ കർത്താവിനോട് കൂടെ നടക്കും. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കും. 2026 ദൈവസഭ ദൈവത്തോട് കൂടെ ചലിക്കും. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മളോട് കൂടെ ഒരു ബലവാനുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ ലോകത്തിലുള്ളവനേക്കാൾ ഒരു വലിയവൻ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ സർവശക്തന്റെ സാന്നിധ്യം നമ്മൾ ആമേൻ അറിയും. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അതിശക്തമായ ആ വചനം നമ്മൾ ധ്യാനിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ പകലിലുള്ളവർ മാത്രമല്ല. പകലിനൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് സമയമുണ്ട്, അതിനകത്ത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷേ വെളിച്ചത്തിന് പരിധിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ രാത്രിക്കുള്ളവരല്ല, ഇരുട്ടിനുള്ളവരും അല്ല. ആമേൻ. പല രാത്രികളും നമ്മുടെ ലൈഫിൽ വരും. പക്ഷേ രാത്രി വന്നാൽ ആമേൻ 12 മണിക്കൂറേ അതിന് നിൽക്കാൻ പറ്റത്തുള്ളൂ. 12 മണിക്കൂർ കഴിഞ്ഞാൽ ആമേൻ പകല് വരും. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു, നമ്മൾ ആമേൻ രാത്രിക്കുള്ളവരുമല്ല, ഇരുട്ടിനുള്ളവരുമല്ല, നമ്മൾ വെളിച്ചത്തിലുള്ളവരാ. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിലുള്ളവരാ. യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിന്റെ പ്രത്യേകത അതിനകത്ത് സമയമില്ല. 24 മണിക്കൂറും ആ വെളിച്ചം പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇരുട്ടിന് നമ്മുടെ ലൈഫിൽ കയറാൻ പറ്റാത്ത വിധം ഈ വെളിച്ചം നമ്മളിൽ പ്രകാശമാകും. 2026 നമ്മുടെ വെളിച്ചം പ്രകാശമാകണം. ആമേൻ. നമ്മൾ ഇരുളിൽ നടക്കുന്നവരല്ല, നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നവരാകും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം ആമേൻ സ്തോത്രം പറയുന്നു, രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു. ആമേൻ. പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. 2026 നമ്മുടെ ലൈഫിൽ ഇത് സംഭവിക്കണം. ഹല്ലേലൂയ. ഞാനിന്ന് പകൽ പറയാം, വചനം സത്യമാണ്. വചനത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. നമ്മളെ ലൈഫിനെ ആമേൻ സ്തോത്രം ആമേൻ ആകെ മാറ്റിമറിക്കാൻ പറ്റും. സ്തോത്രം. ഇത് കേൾക്കുന്നവനല്ല, ഇത് കേട്ട് ഇത് വിശ്വസിച്ച് അതിനെ മുറുകെ പിടിക്കുന്നവന്റെ ലൈഫ് മാറും. ഈ വചനം പ്രസംഗിക്കുന്ന ജോസ് പാസ്റ്ററിന് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ വചനത്തിന് നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പറ്റും. ഇന്ന് പകൽ ഒരു തീരുമാനം എടുത്തു വേണം പോകാൻ. ആമേൻ സ്തോത്രം. ഇനി എൻ്റെ ഇഷ്ടത്തിനല്ല, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നടക്കും. ഞാൻ വചനത്തെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുക, രാത്രി കഴിയാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ നാം എല്ലാവരും എന്ത് ചെയ്യണം? ഇരുട്ടിന്റെ പ്രവർത്തികളെ
എന്താ ഇരുട്ടിന്റെ പ്രവർത്തികൾ? പിശാചിന്റെ പ്രവർത്തികളെ എന്ത് ചെയ്യണം? വെച്ച് കളയണം. ഇത് വയ്ക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വരും. നമ്മൾ ഈ സാധനത്തെ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കളയും. പിന്നെ അതിനെ ഓർക്കത്ത് പോലും ഇല്ല. ഇതേപോലെ ചിലതിന് എന്ത് ചെയ്യണം? വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതെവിടെ വെക്കും? അതാണ് പ്രശ്നം. എവിടെ വെക്കും? കച്ചട വണ്ടി കണ്ടിട്ടുണ്ടോ? കച്ചട വണ്ടിയിൽ വെക്കുന്നത് എവിടെയാ കൊണ്ട് കളയാൻ നമുക്കറിയോ? അറിയുമായിരുന്നെങ്കിൽ പോയി പിന്നെയും എന്ത് ചെയ്യുമായിരുന്നു? പലതും അതിനകത്ത് തപ്പിയേനെ. പക്ഷെ ഇത് എവിടെയാ കളയുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല. ഈ 2026 ചില സാധനത്തെ നമ്മൾ വെച്ച് എന്ത് ചെയ്യണം? ചിലതിനെ വെച്ച് അതിനെ അങ്ങ് കളയണം. ഹല്ലേലൂയ. ഇനി അതിലേക്ക് കാണാനോ അത് തിരിച്ചെടുക്കാനോ നമ്മൾ എന്ത് ചെയ്യരുത്? പുറകിലോട്ട് പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയും, 2026 ഞാൻ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയും, 2026 ദൈവം ചില വാതിലുകൾ നമുക്ക് തുറന്നു വയ്ക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് നമ്മൾ പ്രവേശിക്കും. ദൈവത്തിന്റെ മഹത്വം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് നമ്മളെ കണ്ണുകൊണ്ട് കാണും. ചില ദൈവപ്രവർത്തികൾ നമ്മൾ അനുഭവിക്കത്തക്കവണ്ണം കാണത്തക്കവണ്ണം നമുക്ക് വേണ്ടി അത് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ചിലതിനെ വെച്ചു കളയണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ, എന്താ ഇരുട്ടിന്റെ പ്രവൃത്തി? സ്തോത്രം. ഇരുട്ടിന്റെ പ്രവൃത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ദൈവരാജ്യത്തിൽ നമ്മളെ കടക്കാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5 ആമേൻ 19 വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ഇതെല്ലാം ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതെല്ലാം എന്ത് ചെയ്യണം? ഇത് സത്യത്തിൽ ഇതിന് നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. രക്ഷിക്കപ്പെട്ടവന്റെ ലൈഫിൽ ഇതിനൊന്നും നിൽക്കാൻ പറ്റില്ല. ആമേൻ, സ്തോത്രം. എവിടെയെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എവിടെയെങ്കിലും മറഞ്ഞു കിടക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാ പറഞ്ഞു അതിനെ എടുത്തെന്ത് ചെയ്യണം? സ്തോത്രം, ഹല്ലേലൂയ. ആ കച്ചട വണ്ടിക്കകത്തോട് വെച്ചെന്ത് ചെയ്യണം? വെച്ചിട്ട് അതിനങ്ങ് കളയണം. അടുത്തു പറയുന്നു, വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ത് ചെയ്യണം? വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. ചിലതിനെ വിട്ടുകളയണം, ചിലതിനെ ധരിക്കണം, ചിലതിനെ കൈക്കൊള്ളണം. ഹല്ലേലൂയ. എന്താ? ആമേൻ, സ്തോത്രം. ഈ വെളിച്ചത്തിന്റെ ആയുധം എന്താ? വെളിച്ചത്തിന്റെ ഒന്നാമത്തെ ആയുധം ഏതാ? ഒന്നാമത്തതാണ് സ്നേഹം. വെളിച്ചത്തിന്റെ ആയുധവർഗം. ആ വെളിച്ചത്തിന്റെ ഷർട്ട് ഇട്ടിട്ടുണ്ടോ? ആ കോട്ട് ഇട്ടിട്ടുണ്ടോ? നോക്കി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആമേൻ, സ്തോത്രം. ആ സ്നേഹത്തിന്റെ കോട്ട് ഇട്ടിട്ടുണ്ടോ? ലാലൂച്ചൻ മാത്രം പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ്, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ലൈഫിൽ വേണമെങ്കിൽ ഈ വചനം നമ്മൾ പാലിച്ചേ പറ്റൂ. ഉപവസിച്ചാൽ ഇത് കിട്ടത്തില്ല, പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടത്തില്ല. ആമേൻ, പാസ്റ്ററിന് 5000 ഓഫറിങ് കൊടുത്താൽ കിട്ടത്തില്ല, ഇതൊന്നും കൊടുത്താൽ കിട്ടത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇരുട്ടിന് നമ്മളോട് കൂട്ടായ്മയില്ല. ആമേൻ, രാത്രിക്കും ആമേൻ പകലിനോട് കൂട്ടായ്മയില്ല. വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ കൂട്ടായ്മയില്ല. ഇന്ന് പകൽ നാം ദൈവമക്കളാണെന്ന് പറയുമ്പോൾ തന്നെ, ആമേൻ, സ്തോത്രം, ഞാൻ പറയുന്നു, ഞാൻ ദൈവമകൻ എന്ന് പറയുമ്പോൾ ശത്രുവിന് എന്നിൽ ഒരവകാശമില്ലാത്ത വിധം ആമേൻ സകലതും അവന്റെ പ്രവർത്തികളെ നമ്മൾ വെച്ചു കളഞ്ഞിട്ട് ആമേൻ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. ഈ ആയുധവർഗം ധരിച്ചാൽ പിശാചിന് നമ്മുടെ ഏരിയക്കകത്ത് വരാൻ പറ്റില്ല, നമ്മളെ കുടുംബത്തിനകത്ത് വരാൻ പറ്റില്ല, നമ്മൾ പോകുന്ന ഒരിടത്തും പിശാചിന് നമ്മളോട് അടുക്കാൻ പറ്റില്ല. കാരണം വെളിച്ചത്തോട് ഇരുട്ടിന് കൂട്ടായ്മയില്ല.
അപ്പൊ വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ത് ചെയ്യണം? ധരിക്കണം. അതിന്റെ ഒന്നാമത്തെ സ്തോത്രം ഹല്ലേലൂയ ആ പരിചയമാണ് സ്നേഹം. സ്നേഹിക്കണം. സ്നേഹമാണ് വെളിച്ചത്തിന്റെ ഒന്നാമത്തെ ആയുധം. സ്നേഹത്തിന്റെ മുമ്പിൽ കീഴടങ്ങാത്തതൊന്നുമില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് വിരോധിച്ചാൽ നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, പക്ഷെ നിങ്ങളെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്നേഹിക്കണം. കർത്താവ് നമ്മളെ പഠിപ്പിച്ച സ്തോത്രം വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഇവയിൽ വലുതോ? ഹല്ലേലൂയ. മലകളെ നീക്കുവാൻ തക്കവണ്ണം എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ, സ്തോത്രം, സ്നേഹമില്ലെങ്കിൽ ഹല്ലേലൂയ 2026 ചില ദൈവപ്രവൃത്തി നമ്മൾ കാണാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. അപ്പൊ സമാധാനം ഇല്ലാത്തതിന്റെ കാരണം എന്താ? നമുക്ക് എന്തില്ല? സ്നേഹം. പക്ഷേ അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് സ്നേഹമുണ്ട്. എൻ്റെ അച്ഛനോട്, എൻ്റെ വൈഫിനോട് ഭയങ്കര സ്നേഹം, എൻ്റെ അച്ഛനോട് ഭയങ്കര സ്തോത്രം. സ്വാർത്ഥതയുള്ള സ്നേഹമല്ല, ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹം ഉണ്ടാവണം. ക്രിസ്തുവിന്റെ സ്നേഹം എന്താ? സ്തോത്രം. കർത്താവിനെ പിടിക്കാൻ വരുമ്പോൾ പത്രോസ് വാളെടുത്ത് ഒരു പടനായകന്റെ ചെവി എന്ത് ചെയ്തു? സത്യത്തിൽ മാനുഷികമായി നമ്മൾ പത്രോസിനെ എന്ത് ചെയ്യണം? പത്രോസിൽ അഭിമാനം കൊള്ളണം. കാരണം എൻ്റെ ഒരു വിഷയം വന്നപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? ഹലോ, പത്രോസ് കടാര എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി നിന്നു. സത്യത്തിൽ പത്രോസിനെ എന്ത് ചെയ്യണം? അല്ലേ? കർത്താവ് പറഞ്ഞു, പത്രോസേ വാളെടുക്കരുത്, വാളെടുക്കുന്നവൻ വാളാൽ വീഴും. നമ്മുടെ ആയുധം വാളല്ല, നമ്മുടെ ആയുധം സ്നേഹമാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കർത്താവിനെ പിടിക്കാൻ വന്ന പടയാളിയുടെ കാതെടുത്ത് അതേ സ്ഥാനത്ത് ഉറപ്പിച്ചു കൊടുത്തവനാ നമ്മുടെ കർത്താവ്. ആമേൻ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പറയാം, പിശാച് നമ്മുടെ ഏരിയക്കകത്ത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ സ്നേഹിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ എന്ത് വരും? സ്നേഹം സന്തോഷത്തെ കൊണ്ടുവരും, സമാധാനത്തെ കൊണ്ടുവരും. അടുത്ത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, പിന്നെ എന്ത് പറഞ്ഞേ? സൗമ്യത. സ്നേഹം എന്ത് കൊണ്ടുവരും? സൗമ്യത കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും. സ്തോത്രം, ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ആയുധവർഗം എന്ത് ചെയ്യണം? 2026 നമ്മൾ നടക്കുന്നത് ഇരുട്ടിന്റെ പ്രവർത്തികളല്ല, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണം. ഞാൻ പറയുന്നു, ഇന്ന് പകൽ ഈ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കണമെങ്കിൽ ഞാൻ പറയാം, ഒരു പച്ച മനുഷ്യന് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് വിരോധമായി നമ്മളെ ഹൃദയത്തിൽ ഒരു മുറിവ് വരുത്തിയ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? പറ്റുമെന്നോ? പറ്റുമോ? സ്നേഹിക്കണം. പറ്റുമോ? അതാ ചോദിച്ചത്. പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റണം എന്ന് പറഞ്ഞാൽ പറ്റൂല എന്ന്. പറ്റുമെന്നല്ല, പറ്റണം. അതിന്റെ അർത്ഥം പറ്റില്ലെന്നാ. ഞാൻ പറയാം, പറ്റില്ല. അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല.
അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. ഈ ജഡത്തിന് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല. മുറിപ്പെടുത്തിയവനെ കാണുമ്പോൾ ഹൃദയത്തിനകത്ത് വേദനകളും സങ്കടങ്ങളും വന്നിട്ട് അവരോട് വൈരാഗ്യം, ആമേസ്തോത്രം, പിണക്കം, പക, ഇതെല്ലാം ജഡത്തിൽ തോന്നും. ആമേസ്തോത്രം. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പറയുന്നത്, നമ്മളെ സഹായിപ്പാൻ ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നമുക്ക് ഇതിനെ ഒന്നും ജയിക്കാൻ പറ്റില്ല, സ്നേഹിക്കാൻ പറ്റില്ല, സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല, സമാധാനം വരത്തില്ല, ദീർഘക്ഷമയുണ്ടാകത്തില്ല, ദയ ഉണ്ടാകത്തില്ല. ഇതെല്ലാം എപ്പോഴാണ് ഉണ്ടാകുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിലോട്ട് വന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കഴിയാൻ പറ്റും. സ്തോത്രം. ആരോടും ക്ഷമിക്കാൻ പറ്റും, ആരോടും പൊറുക്കാൻ പറ്റും, ദയ കാണിക്കാൻ പറ്റും, വിശ്വസ്തത കാണിക്കാൻ പറ്റും, സൗമ്യത നമ്മുടെ ലൈഫിനകത്തുണ്ടാകും. ഇത് ഒറ്റയ്ക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ന് പകൽ നിങ്ങളെ സഹായിപ്പാൻ ഹല്ലേലൂയ വെളിച്ചത്തിന്റെ ആയുധവർഗം നമുക്ക് ഒറ്റയ്ക്ക് ധരിപ്പാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവേ, എനിക്ക് 2026 ആ വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ പാർക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരും. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, ഇന്ന് വരെ ഒന്നും സാധിച്ചിട്ടില്ല. എത്രയോ പ്രാവശ്യം നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു, ഇന്ന് വരെ അത് സാധിച്ചിട്ടുണ്ടോ? സാധിക്കാത്തതിന്റെ കാരണം ജഡത്തിൽ എടുക്കുന്നത് ഒന്നും നടക്കത്തില്ല. അതിനൊരു ആയുസ്സുണ്ട്, അതിനൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ തീരുമാനം തെറ്റും. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വെളിച്ചത്തിനകത്തോട്ടൊരു ദൈവ പൈതൽ കയറിയാൽ നിന്റെ തീരുമാനത്തെ മാറ്റാൻ, നിന്റെ ഉടമ്പടിയെ ഉടച്ചു കളയുവാൻ ഒരു അന്ധകാര ശക്തിക്കും ഒരു ജഡത്തിന്റെ പ്രവർത്തികൾക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് വചനം പറയുകയാ, ഹല്ലേലൂയ, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. ഇന്ന് പകൽ നമ്മുടെ തീരുമാനത്തെ ഉടയ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ വചനം പറഞ്ഞു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. മുമ്പേ നമ്മൾ ആരായിരുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇരുട്ടിന്റെ പ്രവർത്തികളിൽ നമ്മൾ ജീവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വർഗം നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വാക്ക്, ആമേൻ, ഹല്ലേലൂയ, ഇപ്പോഴോ കർത്താവിൽ നമ്മൾ ആരാ? കർത്താവിൽ വെളിച്ചോ? നമ്മൾ ക്രിസ്തു യേശുവിൽ ആരാ? നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, ഇരുട്ട് നമ്മളിൽ ഒട്ടുമില്ല. നമ്മൾ കർത്താവിന്റെ വെളിച്ചം. സ്തോത്രം. അടുത്തിരിക്കുന്ന ഒരാളിന് കരം കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾ കർത്താവിന്റെ വെളിച്ചമാ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് വായി തുറന്നൊന്ന് പറയണം, നിങ്ങൾ കർത്താവിന്റെ വെളിച്ചമാ. ഇരുട്ട് നിങ്ങളിൽ ഒട്ടുമില്ല, നിങ്ങൾ ദൈവത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വെളിച്ചം. ആമേൻ. ഹല്ലേലൂയ. വെറും ഒരു വെളിച്ചമല്ല, കർത്താവിൽ നിങ്ങൾ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവനാകുമ്പോൾ അവൻ ദൈവത്തിന്റെ വെളിച്ചമായി മാറും. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താ? ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശൗൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നപ്പോൾ അവൻ ഈ വെളിച്ചം അവനെ അടിച്ചു. സ്തോത്രം. ഞാൻ പറയുന്നു, ദൈവകുഞ്ഞൻ, നിനക്ക് വിരോധമായി ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്റെ നേരെ വന്നാൽ നിന്നിലുള്ള വെളിച്ചം അതിനെ അടിക്കും. വെളിച്ചം ഉണ്ടോ? സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, വെളിച്ചം, ദൈവകുഞ്ഞൻ, നീ വെളിച്ചമാണെന്ന് ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്നതിനെ ഈ വെളിച്ചം അടിക്കും. സ്തോത്രം, സ്തോത്രം. അത് രോഗമാകട്ടെ, പ്രതികൂലങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് ഈ വെളിച്ചമുണ്ടോ? ഈ വെളിച്ചം എപ്പോഴാ പ്രതികരിക്കുന്നത്? ആമേൻ. നിന്റെ പ്രതിയോഗി നിനക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നിന്റെ അകത്തുള്ള വെളിച്ചം, ഹല്ലേലൂയ, ആമേൻ, പുറപ്പെടും.
നമ്മളെല്ലാം വെളിച്ചത്തിന്റെ മക്കളാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം ആമേൻ നമ്മുടെ അകത്തൊരു വെളിച്ചം ഇട്ടിരിക്കാം. ഈ വെളിച്ചം എന്ത് ചെയ്യണം? നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യണം? മുഖത്ത് അകത്ത് വെളിച്ചം ഉണ്ടെങ്കിൽ മുഖത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓ, ആ മുഖത്ത് ചിരി കാണുമ്പോൾ അറിയാം അകത്ത് എന്തുണ്ട്. നമ്മുടെ മുഖം കണ്ടാൽ അറിയാം നമ്മുടെ അകത്ത്, അല്ലേ? ഗിരിജാന്റിയുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അകത്ത് വെളിച്ചമുണ്ടല്ലേ? ആന്റി നോക്കിയ എല്ലാരും ആന്റി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ വെളിച്ചം, ഈ വെളിച്ചം വന്നാൽ എന്ത് ചെയ്യും? ഇത് നമ്മളെ സന്തോഷിപ്പിക്കും. നമ്മുടെ ആമേൻ, സ്തോത്രം, നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, നമ്മളെ കുരുക്കി കളയത്തില്ല. അകത്ത് ഈ വെളിച്ചം നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ ആമേൻ നമ്മുടെ മുഖത്ത് ഇത് പ്രകാശിക്കും. ഹലോ, ഈ വെളിച്ചം എന്ത് ചെയ്യും? ഈ വെളിച്ചം മുഖത്ത് പ്രകാശിക്കും. അതിനെ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ അവരുടെ മുഖം എന്ത് ചെയ്തിട്ടില്ല. ആമേൻ, സ്തോത്രം. അവങ്കലേക്ക് നോക്കുന്ന പറഞ്ഞാൽ ആരാ? ഈ വെളിച്ചത്തിലേക്ക് നോക്കിയവർ ആരായി മാറും? അവർ പ്രകാശമുള്ളവരായി മാറും. അവരുടെ മുഖം എന്ത് ചെയ്യത്തില്ല. അവരുടെ മുഖം ആരുടെയും മുമ്പിൽ ലജ്ജിക്കത്തില്ല, ലോകത്തിന്റെ മുമ്പിൽ ലജ്ജിക്കത്തില്ല. ദൈവകുഞ്ഞ, നിന്റെ ചാർച്ചക്കാരുടെ നടുവിൽ നീ ലജ്ജിക്കത്തില്ല, നിന്റെ സ്നേഹിതരുടെ നടുവിൽ നീ ലജ്ജിക്കത്തില്ല, നിന്റെ ബന്ധുമിത്രാദികളുടെ നടുവിൽ, നിന്റെ സഭയിൽ നീ ലജ്ജിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഈ വെളിച്ചം നിന്റെ മുഖത്തു വന്നെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നീ ലജ്ജിച്ചു പോകത്തില്ല. അകത്ത് കിടക്കുന്ന വെളിച്ചം എന്ത് ചെയ്യണം? ആമേൻ. വചനം പറഞ്ഞു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ആമേൻ കർത്താവിൽ നിങ്ങൾ എന്താ? കർത്താവിൽ നിങ്ങൾ വെളിച്ചമാണ്. അഭിമാനിക്കാൻ അഭിമാനികൾ ഇതിനകത്തുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയണം, ഞാൻ എൻ്റെ കർത്താവിന്റെ വെളിച്ചമാ. ഈ പട്ടണത്തിനകത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഇരുട്ടായിട്ടല്ല, ഇരുട്ടിന്റെ പ്രവർത്തികൾക്കകത്തല്ല. ഇന്ന് പകൽ നിങ്ങൾ കർത്താവിന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ ചില ഇരുട്ടിന്റെ പ്രവർത്തികൾ നിങ്ങളെ നോക്കി ഭയപ്പെടും. 2025 വരെ ആമേൻ പലയിടങ്ങളിൽ നിന്നും ശത്രു നിന്നെ വിരട്ടി ഓടിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവകുഞ്ഞ് നീ വെളിച്ചമെന്ന് പറഞ്ഞാൽ ശത്രു നിന്നെ കണ്ട് പുറങ്കാട്ടി ഓടുവാറ്. ദൈവത്തിന്റെ വെളിച്ചം നിന്നിൽ വെളിപ്പെട്ടു വരട്ടെ. പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയാ, നിങ്ങൾ കർത്താവിൽ വെളിച്ചമാണെന്ന് പറയുമ്പോൾ, അതേ കർത്താവേ, ഞങ്ങൾ വെളിച്ചമാണെന്ന് ഇന്ന് പകൽ ദൈവകുഞ്ഞെ നീ സമ്മതിച്ചു കൊടുത്താൽ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ ഏറിയക്കകത്തു നിന്ന്, നിന്റെ പരിധിക്കകത്തു നിന്ന് ഇന്ന് പകൽക്കാലം ഇരുട്ടിന്റെ ശക്തികൾ നിനക്ക് പുറംകാട്ടി ഓടും. ഇന്ന് പകൽ ആമേൻ, ഞാൻ പറയാ, ഇതിനകത്ത് ആരൊക്കെയോ ആമേൻ, സ്തോത്ര, ലൈഫിനകത്ത് ഒരു വെളിച്ചം അടിക്കാൻ പോവുകയാ. ഇതിനകത്ത് ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ചിലരുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ ഇരുട്ടിന് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയിൽ ആമേൻ ഇരുട്ടിന് നിൽപ്പാൻ കഴിയാത്തതുപോലെ ഒരു വലിയ വെളിച്ചം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കാൻ പോവുകയാണ്. ഞാൻ കർത്താവിൽ വെളിച്ചമാ, ഞാൻ കർത്താവിൽ വെളിച്ചമാ. ഇത് പറയുന്നത് ദുഃഖത്തോടെയല്ല. സ്തോത്ര. 2026 ഞാൻ പറയുന്നു, ഞാൻ കർത്താവിന്റെ വെളിച്ചമാണ്. കർത്താവേ, ഞാൻ നിന്നിൽ വെളിച്ചമാണ്. അവൻ വെളിച്ചമാണോ? ഇരുട്ടിന് നിൽക്കാൻ കഴിയത്തില്ല, ഇരുട്ടിന്റെ പ്രവർത്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന്റെ സ്തോത്ര. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവിന് പ്രസാദമുള്ളത്, പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഹല്ലേലൂയ. നമ്മൾ പരാജയപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആരായി നടക്കണം? വെളിച്ചത്തിലുള്ളവരായി നടക്കണം. അതെങ്ങനെ വെളിച്ചത്തിലുള്ളവരായി നടക്കുന്നത്? ആമേൻ, സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും എഴുന്നേറ്റിട്ട് പറയണം, ഞാൻ വെളിച്ചത്തിലുള്ളതാ. ഇരുട്ടിനോട് സംസാരിക്കണം, ഞാൻ വെളിച്ചവാ. സ്തോത്രം. 10 പ്രാവശ്യം പറയണം, ഞാൻ വെളിച്ചവാ. ആമേൻ, സ്തോത്രം. ഞാൻ ആമേൻ, ഹല്ലേലൂയ, ഞാൻ വെളിച്ചമാണെന്ന് പറഞ്ഞു വീട്ടിനകത്തൂടെ നടന്നേ, റൂമിനകത്തൂടെ ഒന്ന് നടന്നേ, വീട്ടിനകത്തെല്ലാം വെളിച്ചവാ. ഇരുട്ടിന് നമ്മുടെ ലൈഫിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്ര, 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 സ്തോത്രം.
ഒരു പ്രവാചകനും ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്നെ തലയിൽ കൈവച്ച് ദൂത് പറയേണ്ട കാര്യമില്ല. നീ വെളിച്ചമാണോ? ഇരുട്ടിന് നിന്നോട് കൂട്ടായ്മയില്ല. ഇരുട്ടിന് ദൈവകുഞ്ഞ് നിന്റെ ലൈഫിൽ നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എവിടെയാണ് ആമേൻ ഇരുട്ട് കയറുന്നത്? ആമേൻ, എവിടെയാണോ ഞാൻ വെളിച്ചമല്ല എന്ന് എനിക്ക് തോന്നുന്നു, അവിടെ ഇരുട്ട് കയറും. ഹല്ലേലൂയ. നമ്മളിത് കേൾക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വീട്ടിൽ പോയാലും ആണ് ഞാൻ വെളിച്ചമാ. ആമേൻ. ഇരുട്ട് നിനക്ക് എന്നോട് കൂട്ടായ്മയില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ, നിനക്ക് എൻ്റെ ലൈഫിൽ നിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ മുമ്പിലും വരാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിൽ ഞാൻ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമാണ്. എന്നെ ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് കൊണ്ടുവന്നത് ആമേൻ, സ്തോത്രം, ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ ഇരിക്കാനല്ല, ഈ പട്ടണത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ് ഞാൻ. ഹല്ലേലൂയ. ഇത് അഭിമാനത്തോടെ പറയണം, ഞാൻ വെളിച്ചമാണ്. ഇരുട്ട് നിനക്ക് എന്നോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവിന് പ്രസാദമായത് മനുഷ്യന് പ്രസാദമായതല്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആർക്ക് പ്രസാദമുള്ളതാ? മനുഷ്യന് പ്രസാദമുള്ളത്. മനുഷ്യൻ പിണങ്ങിയാൽ നമുക്ക് സോപ്പ് കൊടുത്തും സ്പ്രേ കൊടുത്തും എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷെ ദൈവം പിണങ്ങിയാലോ? ദൈവം പിണങ്ങിയാലോ? നമ്മൾ മനുഷ്യന്റെ പ്രസാദമല്ല, 2026 ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവത്തിന് നമ്മളോട് എന്താ ചെയ്യാനുള്ളതെന്ന് ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് ആമേൻ, ദൈവസഭ എഴുന്നേൽക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ ലൈഫിനെ ദൈവം മാറ്റും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 1:7 വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. ആരാ? കർത്താവ് യേശു ക്രിസ്തു വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ, ആർക്ക് തമ്മിൽ? ദൈവത്തിനും നമുക്കും തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. ഒന്നുകൂടെ പറയാം. കർത്താവ് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്കും കർത്താവിനും തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഇല്ലെങ്കിൽ പാസ്റ്ററും നമ്മളും തമ്മിൽ കൂട്ടായ്മ, സഭയും നമ്മളും തമ്മിൽ കൂട്ടായ്മയുണ്ട്, വിശ്വാസികളും തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവമായിട്ട് കൂട്ടായ്മ വരണമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. നമുക്ക് തീരുമാനിക്കാം, ദൈവമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടോ? നമുക്ക് പലരുമായിട്ട് കൂട്ടായ്മ ഉണ്ട്. പക്ഷെ ഇന്ന് പകൽ ദൈവമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ടോ? ദൈവമായിട്ടൊരു റിലേഷൻ ഉണ്ടോ? ഉണ്ടോ മക്കളെ? ഹലോ, ഉണ്ടോ? എന്തുണ്ട്? സ്തോത്രം. ദൈവമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ടോ? ദൈവമായിട്ട് നമുക്ക് എത്ര കൂട്ടായ്മയുണ്ട്? ദൈവമായിട്ട് നമുക്ക് എത്രത്തോളം, നമ്മൾ ദൈവം തമ്മിൽ എത്ര അകലമുള്ള? അകലമുണ്ടോ? അതെ, നമ്മളോട് അടുത്തിരിക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞാൽ ദൈവം അത് കേൾക്കുന്നുണ്ടോ? ദൈവമായിട്ട് എത്ര കൂട്ടായ്മയുണ്ട്? ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവമായിട്ടുള്ള കൂട്ടായ്മയിലാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചിന്തകളുമായിട്ട് ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടോ? നമ്മളെ നിലവുകളും ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടോ? നമ്മുടെ പ്രവൃത്തികളും ദൈവമായിട്ട് കൂട്ടായ്മയുണ്ടോ? എൻ്റെ ചിന്തകളും ദൈവവുമായിട്ട് നമുക്കിന്ന് പകൽക്കാലം കൂട്ടായ്മയുണ്ടോ? നമ്മുടെ പ്രവൃത്തികളിൽ ദൈവത്തിന് നമ്മളോട് കൂട്ടായ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ അവനുമായൊരു കൂട്ടായ്മ. ആരെല്ലാം നമ്മളെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, ആമേൻ, സ്തോത്രം, ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിട്ടുകളയരുത്. ഇന്ന് പകൽ അവനുമായുള്ളൊരു കൂട്ടായ്മ, കർത്താവുമായുള്ളൊരു കൂട്ടായ്മ,
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൻ്റെ ആയുധവർഗങ്ങൾ ധരിച്ചുകൊണ്ട് വെളിച്ചത്തിൽ നമ്മൾ നടക്കുന്നുവെങ്കിൽ അവനുമായി നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ ദൈവമായൊരു കൂട്ടായ്മ. നമ്മൾ ഇരുളിനുള്ളവരല്ല, നമ്മൾ കർത്താവിൽ വെളിച്ചമാണ്. കർത്താവിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, ആ വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞെ, നീ ദൈവത്തിൻ്റെ വെളിച്ചമാണോ? ഒരു അന്ധകാര ശക്തിക്കും നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു എതിരുകൾക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരു വൈരിക്കും നമ്മുടെ മുമ്പിൽ ഈ വെളിച്ചത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഈ വെളിച്ചം കറക്റ്റായിട്ട് അതിൽ തന്നെ അടിച്ചിരിക്കും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നാം പ്രതികരിക്കേണ്ട, നമുക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കർത്താവ് നമ്മളെ കൂടെയുണ്ട് ഇന്ന് പകൽ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നീ ഒറ്റയ്ക്കാണോ? നീ ഭാരപ്പെട്ടു പോകരുത്. ആമേൻ. കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിട്ടും നീ ഒറ്റപ്പെട്ടു പോയെങ്കിൽ, ഒറ്റയ്ക്കെന്ന് ആമേൻ നിന്റെ ഹൃദയം പറയുന്നെങ്കിൽ, എവിടെയൊക്കെയോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആരും സഹായമില്ലാതെ നീ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു ചിന്ത ദൈവകുഞ്ഞ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ പറയും, ഹല്ലേലൂയ സ്തോത്രം, ഒറ്റയ്ക്കല്ല, ഒരു വെളിച്ചം നിന്റെ അകത്ത് ഇരിപ്പുണ്ട്. ആ വെളിച്ചം നിന്റെ കൂടെ നിൽക്കും. നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ആമേൻ. നീ തകർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല. അവൻ നിന്നെ ബലപ്പെടുത്തും, അവൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് വിരോധമായി വരുന്ന ആമേൻ എതിരുകളെ ആമേൻ നീ നേരിടണ്ട. ഈ വെളിച്ചം നേരിടും. ഹല്ലേലൂയ സ്തോത്രം. ഈ വെളിച്ചം അതിന്റെ മേൽ നേരിടും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ ആ വെളിച്ചത്തിനകത്തു നിന്നാൽ മതി. ഹല്ലേലൂയ. നീ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇന്ന് പകൽ പറയണ കർത്താവേ, ആമേൻ സ്തോത്രം, കർത്താവിൽ വെളിച്ചമാകുവാൻ, ദൈവത്തിന്റെ വെളിച്ചമാകുവാൻ. 800 കോടി ജനം ഈ ഭൂമിയിൽ കിടക്കുമ്പോൾ, ആമേൻ സ്തോത്രം, അതിന്റെ നടുവിൽ ഇരുട്ടിൽ കിടക്കുമ്പോൾ അതിൽ ദൈവത്തിന്റെ വെളിച്ചമാകുവാൻ ദൈവകുഞ്ഞൻ നിന്നെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരാള് ആമേൻ ഇതിനെ രക്ഷിക്കപ്പെട്ട ദൈവവേദന നീ വെളിച്ചമാണെന്ന് സന്തോഷിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ നിന്നെ ഭയപ്പെടും. ഇരുട്ടിന്റെ ശക്തികൾ നമ്മളെ വിട്ടു ഓടും. ഹല്ലേലൂയ. ഇരുട്ടിന് ആരെയ ഭയം? ഇരുട്ടിന് ഒരൊറ്റ വ്യക്തിയെ ഭയമുള്ളൂ, അത് വെളിച്ചത്തെ മാത്രമേ ഇരുട്ടിന് ഭയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ ക്രിസ്തുവിൽ വെളിച്ചമാണെങ്കിൽ ഇരുട്ടിന് ദൈവകുഞ്ഞൻ നിന്നെ ഭയമാണ്. നമ്മളെല്ലാം ആമേൻ ഇരുട്ടിനെ ഭയപ്പെടേണ്ടത്. നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുകയില്ലേ? ഇരുട്ട് നമ്മളെയാ ഭയപ്പെടുന്നത്. ഇരുട്ടിനെ നമ്മളല്ല ഭയപ്പെടേണ്ടത്, ഇരുട്ട് നമ്മളെ ആമേൻ ഭയപ്പെടും. കാരണം നീ വെളിച്ചം. ഹല്ലേലൂയ.